ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു പുതിയ റെസിപ്പി ആയിട്ടാണ് ബീഫ് കറി. 2 ഇതിലുണ്ടാക്കാൻ പറ്റുന്ന ബീഫ് കറി. അപ്പോൾ നമുക്കത് പറയണ കേൾക്കാം. ഓക്കെ. അതായത് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബീഫ് കറി. ഇപ്പം സൺഡേയിലൊക്കെ ആണല്ലോ നമ്മൾ അധികം ബീഫ് വാങ്ങിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് പള്ളി കഴിഞ്ഞ് വന്നിട്ട് വേഗം ഉണ്ടാക്കി കഴിക്കാൻ റെഡി ആയിട്ടായിരിക്കും എല്ലാവരും ഇരിക്കുന്നത്. അപ്പം പെട്ടെന്ന് വന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണെങ്കിൽ അത് എങ്ങനെയാണെന്നുള്ളതാണ് ഒരെണ്ണം. അതും നല്ല ടേസ്റ്റൊക്കെയാണ് കേട്ടോ. പിന്നെ മറ്റതെങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് ലെങ്തി, ഇച്ചിരി പണിയുണ്ട്. സവാള, ടൊമാറ്റോ ഒക്കെ വേവിച്ചിട്ട് കുക്കറിൽ വേവിച്ച് കാഷ്യൂ ഒക്കെ കൂട്ടി അരച്ച്, അപ്പം എന്ന് പറഞ്ഞാൽ ആ ഗ്രേവിക്ക് കുറച്ചുകൂടി തിക്കാണ്. ആ തിക്ക് ഗ്രേവി ആകുമ്പം ടേസ്റ്റാണ്. എന്താ പറയുക, കുറച്ച് പണി കൂടുതലുണ്ട്. നമ്മളെപ്പോഴും പെട്ടെന്ന് തീർക്കാനേ നോക്കും. പിന്നെ ഗസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ ഇച്ചിരി ഒരു സ്റ്റൈലിഷായിട്ട് ഉണ്ടാക്കി കൊടുക്കാനേ നോക്കുമല്ലോ. അപ്പം അങ്ങനെ 2 തരത്തിലുള്ള ബീഫ് കറി. ഇത് നമ്മൾ മാർക്കറ്റിൽ നിന്ന് 2 കിലോ ബീഫ് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. അത് നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണേ. അതായത് ഞാൻ 3 പ്രാവശ്യം കഴുകും. അതിൻ്റെ ആ ബ്ലഡ് കളറൊക്കെ മാറി നല്ല ക്ലീനാക്കി എടുത്തിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഞാൻ മിക്സിയിലൊന്ന് അടിച്ചെടുക്കും കേട്ടോ. അപ്പോൾ നല്ലതായിട്ട് ടേസ്റ്റൊക്കെ ഇറങ്ങട്ടെ എന്ന് വിചാരിച്ച് അത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇതൊക്കെ ഇവിടെ പൊടിപ്പിച്ച് വെച്ചതാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി അതെ, മുളക് പൊടി അതെ, കുരുമുളക് പൊടി അതെ, പിന്നെ ഉപ്പ് ഒരുപാട് ഇടണ്ട, കുറച്ചിട്ടാൽ മതി. ലാസ്റ്റ് നമുക്ക് ഇട്ടാൽ മതി. കാരണം ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട്. ബീഫിനൊക്കെ ഉപ്പ് പെട്ടെന്ന് കൂടുതലായി പോകും. കൂടുതൽ നമ്മൾ ബീഫ് ഉണ്ടല്ലോ, കാരണം ബീഫ് കുറച്ച് ചുങ്ങിപ്പോവേ. ഇത്രയും ക്വാണ്ടിറ്റി ഒന്നും ഉണ്ടാവില്ല കേട്ടോ വെന്ത് കഴിയുമ്പോൾ. പിന്നെ നന്നായിട്ട് കറിവേപ്പില, ഇത് ഇവിടെയുള്ള കറിവേപ്പിലയാണ് കേട്ടോ. കറിവേപ്പില നന്നായിട്ട് ഇട്ടിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഞാൻ മിക്സ് ചെയ്ത് അധികം വെച്ചുകൊണ്ടിരിക്കാറില്ല, നേരെ കുക്കറിലേക്ക് ഇടുന്നു. ഇത് ഞാൻ ഇവിടെ ഉണ്ടാക്കിയ ഗരം മസാല തന്നെയാണ്. ആ ഗരം മസാലയുടെ എന്തൊക്കെയാണ് എത്ര വെച്ചാൽ ഇടുന്നതെന്നുള്ളത് ഞാൻ അടുത്ത ദിവസം ഒരെണ്ണം അപ്ലോഡ് ചെയ്തോളാം കേട്ടോ. ഇത് നന്നായിട്ട് ഈ ഗരം മസാലയും കൂടെ മിക്സ് ചെയ്തു ഒരു വിസിൽ കഴിഞ്ഞിട്ട് പിന്നെ സിമ്മിലിട്ടിട്ട് 2 വിസിലും കൂടെ വരാൻ പാകത്തിനാണ് വെക്കുന്നത് കേട്ടോ. അപ്പോഴത്തേക്കിനും എന്നിട്ട് ഓഫ് ചെയ്ത് വെച്ചാൽ മതി, വെന്തിട്ടുണ്ടാവും. ഒരു 4 സവാള കട്ട് ചെയ്തത് കുക്കറിലേക്ക് ഇടണം. തക്കാളി ഒരു 3 ഉണ്ട്. അധികം പുളിയില്ലാത്ത തക്കാളിയാണ് കേട്ടോ. പിന്നെ ബേ ലീഫ്, തക്കോലം, കറുവപ്പട്ട, പെരിഞ്ചീരകം ഒരുപാട് നല്ലതാണ് ബീഫിന്. പെരിഞ്ചീരകം, പിന്നെ ഏലക്ക, പിന്നെ കുറച്ച് കാഷ്യൂനട്ട് ഇങ്ങോട്ട് ഇട്ടിട്ട് നമ്മൾ കുക്കറിലൊന്ന് വേവിക്കണം. ലേശം ഉപ്പും കൂടെ ചേർക്കണേ. ഇങ്ങനെ നമ്മൾ പലതവണ കുറേശ്ശെ ഉപ്പൊക്കെ ചേർക്കണോണ്ട് ആദ്യമേ ഉപ്പ് കുറച്ച് വെള്ളം ഒഴിച്ചു ഒന്ന് ഇളക്കി ബേ ലീഫൊക്കെ ഒന്ന് മുറിച്ചിട്ടാൽ മതി. എന്നിട്ട് കുക്കർ അടച്ച് ഒരു വിസിലും. അപ്പോഴത്തേക്കിനും നന്നായിട്ട് വെന്തു. അതിൽ കുറച്ച് എടുത്തിട്ട് നമ്മൾ അരച്ച് വെക്കും കേട്ടോ. ബാക്കി സവാള ഇപ്പോൾ കടുക് മൂപ്പിച്ചിട്ട് അതിനകത്തേക്ക് ആ സവാളയും ഇപ്പോൾ നമ്മൾ ആ വേവിച്ചില്ലേ അത് നേരെ ഇടണം. അത് കഴിഞ്ഞിട്ട് ഇതിനകത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കും. ഓൾറെഡി വെന്തതാണ്, അതുകൊണ്ട് പച്ചമണമൊന്നുമില്ല. പിന്നെ ആ വെന്തു ഒന്ന് മൂപ്പിച്ച് ഇനി കുറച്ച് മസാലകളും കൂടി ഇട്ട് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ചേക്കുന്നത്. മുളക് പൊടി, മല്ലിപ്പൊടി, എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. പൊടിയുടെ പച്ച മണമൊക്കെ ഒന്ന് കുറയാൻ വേണ്ടിയിട്ടാട്ടോ. അത് കഴിഞ്ഞിട്ട് ഇത് ഗരം മസാല. വെളുത്തുള്ളി മൂപ്പിച്ചിട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, അതുകൊണ്ട് അത് ഇച്ചിരി വേറെ എണ്ണയിൽ മൂപ്പിച്ചിട്ടു. അതുകൂടാതെ നമ്മൾ അരച്ചതും കൂടെ ഇതിനാക്കി മിക്സ് ചെയ്തിട്ട് ഒന്നിച്ച് ഇളക്കിയെടുത്തു കേട്ടോ. എന്നിട്ട് നമ്മളിനി കുക്കറിൽ വേവിച്ച് വെച്ചായിരുന്നു. രാവിലെ വേവിച്ച് വെച്ചതായിരുന്നു കേട്ടോ. എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ടാണ് ചെറുതായിട്ട് നെയ്യ് തെളിഞ്ഞത്. ഇപ്പോൾ നമ്മൾ ആ മസാലകളെല്ലാം കൂടെ അരച്ചതും
ഇപ്പോൾ നമ്മൾ വഴറ്റിയതും എല്ലാം കൂടെ കൂടിയുള്ള മസാല ഇതിലേക്ക് ഇട്ടിട്ട്, ഇപ്പോൾ കണ്ടില്ലേ ബീഫ് നോക്കിക്കേ, ഒരു മസാല പിടിക്കാത്ത പോലെയല്ലേ ഫീൽ ചെയ്യുന്നത്. അപ്പം ഇത് നന്നായിട്ട് ഈ മസാല എല്ലാം കൂടി ഇട്ടിട്ട് നമ്മളൊന്നും കൂടെ ഉപ്പൊക്കെ നോക്കിയിട്ട് എല്ലാം പാകമാണോ നോക്കിയിട്ട് കുക്കറിൽ ഒന്നും കൂടെ വെക്കും. വെച്ച് കണ്ടോ, ഒരുപാട് വെന്ത് പോയിട്ടില്ല കേട്ടോ. ഒന്ന് വെച്ച് വിസിൽ വരണമെന്നില്ല, വിസിൽ വരാൻ പാകത്തിനാവണം. അപ്പോഴത്തേക്കിനും തുറക്കുമ്പോൾ കറി റെഡിയാണ്. കണ്ടോ, അങ്ങനെ ബീഫ് കറി, ഇത്തിരി മസാലയൊക്കെ അരച്ചിട്ടുള്ള ബീഫ് കറി, സവാളയൊക്കെ വേവിച്ച് അരച്ചിട്ടുള്ള ബീഫ് കറിയാണ് ഇത്. ഇതും അപ്പത്തിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ്. ഇനി സിമ്പിൾ മെത്തേഡ് കേട്ടോ, സെക്കൻഡ് മെത്തേഡ്. അത് ബീഫ് നമ്മൾ കട്ട് ചെയ്തതല്ല കേട്ടോ, ആദ്യത്തത് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച് പീസാക്കിയതായിരുന്നു. ഇത് ഇത്തിരി നെയ്യൊക്കെ ഉള്ള, മറ്റത് നെയ്യ് ഉണ്ടായിരുന്നു കേട്ടോ, നെയ്യൊക്കെയുള്ള ബീഫ് കറി വയ്ക്കുമ്പോൾ എപ്പോഴും ഇത്തിരി നെയ്യുള്ള ബീഫാണ് ടേസ്റ്റ്. ഇത് ഫ്രിഡ്ജിൽ ഒന്ന് വെച്ചിട്ടാണ് മുറിച്ച് കേട്ടോ, അതുകൊണ്ട് ഇത്തിരി പെട്ടെന്ന് ഇങ്ങനെ മുറിച്ചെടുക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റില്ല. കുറച്ച് നെയ് പീസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കറി, അപ്പത്തിൻ്റെ കറിയൊക്കെ ആയിട്ട് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് വരുള്ളൂ. ഇത് നന്നായിട്ട് കഴുകി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചത് മിക്സിയിൽ നിന്ന് അടിച്ചെടുത്തതാണ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഗരം മസാല, നമ്മൾ പൊടിച്ച് വെച്ച ഗരം മസാലയാണ് കേട്ടോ, കറിവേപ്പില ഇച്ചിരി നന്നായിട്ടിടുന്നത് നല്ലതാണ്. അതിട്ടു നന്നായിട്ട് ഇളക്കി ഇതൊരു 1 കിലോയൊക്കെ ഉള്ളൂ കേട്ടോ ബീഫ്. കുക്കറിൽ അടച്ചു വേവിക്കുകയാണേ. ഇൻഡക്ഷനിൽ വേവിക്കുമ്പോൾ 800 വേവിക്കാം, അല്ലെങ്കിൽ 1000 ഇടാം. ഒരു വിസിൽ വന്നു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സിമ്മിലിട്ടാൽ മതി, 2 വിസിലും കൂടെ. പിന്നെ സവാള എണ്ണ ഒഴിച്ചു, സവാള തക്കാളിയും കൂടെ മൂപ്പിച്ചു. അതിലേക്ക് മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി. മഞ്ഞൾ ഇച്ചിരി ഇട്ടാൽ മതി കേട്ടോ, ആദ്യം നമ്മൾ മഞ്ഞൾ ഇട്ടതാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി. ഇപ്പോൾ മല്ലി കുറവായിട്ട് തോന്നുകയാണെങ്കിൽ ഇച്ചിരി കൂടെ മല്ലിപ്പൊടി ഇടാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി പച്ചമണമൊക്കെ പോകണ പോലെ, കാരണം സവാള ഇത് ഇച്ചിരി പച്ചമണം പോകണ പോലെ ആക്കണം. കാരണം ഇത് പച്ച സവാളയാണല്ലോ, നമ്മൾ കുക്കറിൽ വേവിച്ചതല്ല. എന്നിട്ട് ഇറച്ചി വേവിച്ചതാണ് കേട്ടോ കുക്കറിൽ. അത് വെന്ത് കഴിയുമ്പം നമ്മൾ മൂപ്പിച്ച സവാള, തക്കാളി, മസാല എല്ലാം കൂടെ ഇതിലേക്കിട്ട് ഈ ബീഫിൻ്റെ കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മളൊന്നും കൂടെ ലേശം വെള്ളം കൂടെ കുറവുണ്ടെങ്കിൽ ഒഴിക്കാം കേട്ടോ, കാരണം അപ്പത്തിനൊക്കെ ഇച്ചിരി ഗ്രേവി വേണ്ടേ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് നമ്മൾ വേവിക്കണം കേട്ടോ. ഇതിപ്പോൾ ഇത് തിളച്ചപ്പോൾ തന്നെ വന്നതാണ് ഇങ്ങനെ. ഇനി കുക്കറിലൊന്ന് അടച്ച് വെച്ച് ഒന്ന് വെന്ത് ഓപ്പൺ ആക്കിയതാണ്. അപ്പം മസാലയൊക്കെ അതിൽ ആ ബീഫിലൊക്കെ പിടിച്ചു. ഇത് അപ്പത്തിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. ഓക്കേ.